ഹലോ ഫ്രണ്ട്സ്, ഇന്ന് രാവിലെ നമുക്ക് വീട്ടിൽ കാപ്പിക്ക് ദോശയായിരുന്നു. അപ്പം ചേട്ടൻ എന്നോട് പറഞ്ഞു, സാദാ ദോശ വേണ്ട, വെറൈറ്റിക്ക് ഒരു മുട്ട ദോശ ഉണ്ടാക്കി തരുമെന്ന്. അങ്ങനെ നമ്മൾ നേരെ ദോശക്കല്ലൊക്കെ എടുത്ത് അടുപ്പേൽ വെച്ചു. നടുക്കൊരു കുഞ്ഞി കിണ്ണം എടുത്ത് കമത്തി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് നമുക്ക് അവസാനം കാണാം. അങ്ങനെ നമ്മൾ ആ കിണ്ണത്തിന് ചുറ്റും നല്ല രീതിക്ക് ദോശമാവൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ആ ദോശമാവൊക്കെ ഒന്ന് പരത്തി കൊടുക്കണം. നല്ല നൈസായിട്ട് ദോശമാവൊക്കെ ഒന്ന് പരത്തി കൊടുക്കണം. അങ്ങനെ ദോശമാവൊക്കെ നല്ലോണം പരത്തിയ ശേഷം നമുക്ക് കിണ്ണം ഒരു ഭംഗിയില്ലല്ലേ ആ നടുക്കിരിക്കുന്ന കാണാൻ. അപ്പോൾ കിണ്ണം എടുത്ത് നമുക്ക് കളഞ്ഞാലോ. അങ്ങനെ ഒരു സ്പൂൺ വെച്ച് കുത്തി 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 സൈഡൊക്കെ ഒന്ന് വിട്ട് 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 വിടിയിച്ച് ആ കിണ്ണം എടുത്ത് നമുക്ക് മാറ്റാം. അങ്ങനെ മാറ്റി വഴിക്ക് കിണ്ണം ദേ ദോശ കിടക്കും. അവിടെ നിന്ന് തട്ടി നേരെ തറയിലേക്ക്. അങ്ങനെ കിണ്ണമൊക്കെ മാറ്റിയപ്പോൾ അവിടെ ഒരു വൃത്തികേട്. അപ്പോൾ വിചാരിച്ചൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചാലോ. മുട്ട പൊട്ടിച്ച് ഒഴിക്കാൻ നേരത്താണ് ഓർത്തത് എണ്ണ തടവിയില്ലല്ലോ എന്ന്. അങ്ങനെ ലേശം എണ്ണയൊക്കെ തടവിയ ശേഷം വീണ്ടും നമ്മൾ ആ മുട്ട പൊട്ടിച്ചതിൻ്റെ നടുക്കോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആഹാ, ആ ദോശയുടെ നടുക്ക് ആ മുട്ടയൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നതാണ്. എന്തൊരു ഭംഗിയല്ലേ. അങ്ങനെ ആ മുട്ട നമുക്കൊന്ന് പരത്തി കൊടുത്താലോ. അങ്ങനെ നമ്മൾ ചട്ടുകമൊക്കെ എടുത്തുകൊണ്ട് വന്നു. അപ്പോഴേക്കും ഞാൻ തൊട്ട് നോക്കി ദോശ വെന്തിട്ടുണ്ടോ. അപ്പോൾ ദോശയൊക്കെ വെന്ത് സെറ്റായി. ചട്ടുകം എടുത്തു, മുട്ടയുടെ മഞ്ഞയൊക്കെ പൊട്ടിച്ച് നല്ല രീതിയിൽ ദോശയിലേക്കൊന്ന് തടവി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ ദോശയിലേക്ക് മുട്ടയുടെ മഞ്ഞയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ കഴിക്കാനൊരു വൃത്തികേടല്ലേ, കുറച്ച് ആഡംബരമൊക്കെ വേണ്ടേ. അപ്പോൾ അതിലേക്ക് നമ്മൾ ലേശം സവാളയും കുറച്ച് തക്കാളിയും കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഞാനെടുത്ത് സവാള കുറച്ച് കൂടിപ്പോയി കേട്ടോ. സവാള ഇല്ലേ, ദോശയൊന്നും ഇല്ലല്ലോ, കഴിക്കുന്നുണ്ട്. അങ്ങനെ ആ സവാള ഫുള്ള് നമ്മൾ ആ ദോശയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തക്കാളിയും കൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ സവാളയും തക്കാളിയും എല്ലാം തൂത്തുവാരി നമ്മൾ ദോശയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കണം. ഓണത്തിന് അത്തപ്പൂക്കളം ഇടുന്ന പോലെ ആയിപ്പോയി ദോശ. സാരമില്ല, എല്ലാം ഗുണമുള്ള സാധനങ്ങൾ തന്നെയല്ലേ. അങ്ങനെ നല്ലോണം സവാളയും തക്കാളിയൊക്കെ നല്ല രീതിക്കൊന്ന് പരത്തി നല്ലോണം ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ദോശ റെഡിയായോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇതിന് കുറച്ച് സ്പൈസസും കുറച്ച് ലുക്കും ഒക്കെ കിട്ടണ്ടേ. അപ്പം നമ്മൾ വിചാരിച്ചു മുകളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ ലേശം മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്ത് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി മാത്രം പോരല്ലോ, എരിവ് വേണ്ടേ. അപ്പോൾ വിചാരിച്ചു കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാമെന്ന്. അങ്ങനെ ലേശം മുളക് പൊടിയും കൂടെ അതിൻ്റെ മുകളിലേക്ക് തൂക്കി നല്ല രീതിക്ക് മുളക് പൊടിയൊക്കെ എല്ലായിടവും വരത്തക്ക രീതിയിൽ നല്ലവണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പായിരുന്നു നമ്മൾ ആദ്യം ഇടേണ്ടത്, പക്ഷേ ഉപ്പിൻ്റെ കാര്യം നമ്മൾ അവസാനമാണ് ഓർത്തത്. അങ്ങനെ ഓടിപ്പോയി ഉപ്പൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ലേശം ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ ഉപ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ മുകളിലേക്ക് ഉപ്പ് നമ്മൾ ചെറുതായിട്ടിങ്ങനെ കുടഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പൊക്കെ നമ്മൾ നല്ല രീതിയിൽ കുടഞ്ഞു കൊടുത്ത് ദോശയൊന്ന് മടക്കിയെടുക്കുക. അങ്ങനെ എല്ലായിടും ഒന്ന് വെടിയിച്ചെടുത്ത് നമ്മൾ ദോശക്കല്ലിൽ തന്നെ ഒന്ന് മടക്കി വെക്കുക. മടക്കി വെച്ച ശേഷം നമ്മൾ രണ്ട് സൈഡ് വേവിച്ചിട്ടില്ല കേട്ടോ, ഒരു സൈഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. വൺ സൈഡാണ് നമ്മുടെ ദോശ. അങ്ങനെ മടക്കി വെച്ച ദോശ എടുത്ത് നമ്മൾ നേരെ നമ്മുടെ പ്ലേറ്റിലേക്ക് ഇടുവാണ്. കുറച്ച് സവാളയൊക്കെ താഴെ പോയി, സാരമില്ല, നീക്കി ഇതിനകത്തിട്ടിട്ടുണ്ട്. നമ്മുടെ മുട്ട ദോശ റെഡി. സൂപ്പറാണ്, എല്ലാവരും ട്രൈ ചെയ്യണേ.